നമസ്കാരം. ഭഗവത്ഗീതയുടെ ഈ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കുരുക്ഷേത്ര യുദ്ധഭൂമി. മഹായുദ്ധം തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. രണ്ട് സൈന്യങ്ങളും മുഖാമുഖം നിൽക്കുകയാണ്. വല്ലാത്തൊരു നിശ്ശബ്ദത. ആ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉയർന്ന ആദ്യത്തെ ശബ്ദങ്ങൾ. അത് വെറും ശബ്ദങ്ങളായിരുന്നില്ല. ആ യുദ്ധത്തിന്റെ വിധി തന്നെ നിർണയിച്ചവയായിരുന്നു. അപ്പോൾ ആ നിർണായക നിമിഷങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് പോകാമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ദുര്യോധനന്റെ ആ ഒരു തന്ത്രപരമായ നിർദ്ദേശം, അതിനോടുള്ള ഭീഷ്മരുടെ പ്രതികരണം, പിന്നെ കൗരവ സൈന്യത്തിൽ നിന്നുയർന്ന മുഴക്കവും പാണ്ഡവരുടെ ദിവ്യമായ ശംഖുലിയും തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം കഴിഞ്ഞ് വിജയത്തിന്റെ യഥാർത്ഥ സന്ദേശം എന്തായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കും. അവസാനം ഗ്യാൻഘോഷിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും. ശരി, അപ്പോൾ നമുക്ക് ദുര്യോധനിൽ നിന്ന് തന്നെ തുടങ്ങാം. പുറമേ കാണാൻ വലിയ ധൈര്യശാലിയൊക്കെയാണെങ്കിലും ആളുടെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ അത് അയാളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അധ്യായം 1-11 ശ്ലോകം ശ്രദ്ധിക്കാം. അയനേഷു ച സർവേഷു യഥാഭാഗവമസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവേ ഏവ ഹി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദുര്യോധനൻ സ്വന്തം സൈന്യത്തോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കണം, എന്നിട്ട് പിതാമഹനായ ഭീഷ്മരെ എല്ലാ ഭാഗത്തുനിന്നും കാത്തുകൊള്ളണമെന്ന്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ സൈനിക നിർദ്ദേശം പോലെ തോന്നാം, അല്ലേ? പക്ഷേ അങ്ങനെയല്ല. സത്യത്തിൽ ഇതൊരു തരം അപേക്ഷയാണ്. കാരണം ദുര്യോധനൻ അറിയാമായിരുന്നു കൗരവരുടെ വിജയം പൂർണ്ണമായും ഭീഷ്മരുടെ കൈകളിലാണെന്ന്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്റെ സൈന്യം മൊത്തത്തിൽ തകർന്നു പോകുമോ എന്നൊരു പേടി, അത് അയാളുടെ ഓരോ വാക്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോ തന്റെ കൊച്ചുമകന്റെ ഈ ടെൻഷനൊക്കെ പിതാമഹനായ ഭീഷ്മർക്ക് മനസ്സിലായി. അദ്ദേഹം അവന് കുറച്ച് ധൈര്യം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി 12ാമത്തെ ശ്ലോകം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധാ പിതാമഹ സിംഹനാദം വിനദ്യോച്ഛൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. ദുര്യോധനന്റെ വിഷമം കണ്ടിട്ട് ഭീഷ്മർ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സിംഹഗർജനം പോലെ തന്റെ ശംഖ് ശക്തിയായി മുഴക്കി. ശരിക്കും പറഞ്ഞാൽ അതൊരു മുത്തച്ഛന്റെ സ്നേഹമായിരുന്നു. പക്ഷേ ആ ശംഖുലിക്ക് ഒരു വിജയത്തിന്റെ ആവേശമുണ്ടായിരുന്നില്ല. അതിനു പകരം മറുഭാഗത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ നിൽക്കുമ്പോൾ ഈ യുദ്ധം കൊണ്ട് എന്ത് കാര്യം എന്നൊരു സങ്കടം കൂടി ആ ശബ്ദത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ശരി, ഭീഷ്മർ ആ സിഗ്നൽ കൊടുത്തല്ലോ. അതിനുശേഷം കൗരവ സൈന്യത്തിൽ നിന്ന് ഉയർന്ന ശബ്ദം എന്തായിരുന്നു? നമുക്ക് നോക്കാം. അടുത്തത് 13ാമത്തെ ശ്ലോകം. തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസേവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. ഭീഷ്മരുടെ ശംഖൊലി കേട്ടതും കൗരവസൈന്യത്തിലെ ശംഖുകളും പെരുമ്പറകളും കാഹളങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചു മുഴങ്ങാൻ തുടങ്ങി. ആ ശബ്ദത്തെ ഇവിടെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, തുമുലം. എന്താണീ തുമുലം? വെറുമൊരു വലിയ ഒച്ചയല്ല, അതൊരു കോലാഹലമാണ്. ഒരു ക്രമവുമില്ലാത്ത അലങ്കോലപ്പെട്ട ബഹളം. ആത്മവിശ്വാസം ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്നൊരു വെപ്രാളത്തിന്റെ ശബ്ദം. ഒരു പക്ഷേ അധർമ്മത്തിന്റെ ഭാഗത്താണ് താങ്കൾ നിൽക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ ഒരു ആശയക്കുഴപ്പത്തിന്റെ ശബ്ദമായിരുന്നു അത്. അപ്പോ ഇവിടെയാണ് നമ്മൾ ആ വലിയ വ്യത്യാസം കാണുന്നത്. നോക്കൂ, ഒരു സൈഡിൽ കോലാഹലം നിറഞ്ഞൊരു ശബ്ദം, മറുവശത്തോ ദിവ്യമായ ഒരു ശബ്ദം. ഇത് വെറും സൗണ്ടിന്റെ വ്യത്യാസമല്ല, അല്ലേ? ഇത് ധർമ്മത്തിന്റെ ശബ്ദവും അധർമ്മത്തിന്റെ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ ശബ്ദം അത്ര ദിവ്യമായത്? നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ യുദ്ധഭൂമിയുടെ മറ്റേ ഭാഗത്തേക്ക് പോകാം. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും രംഗപ്രവേശം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ശ്ലോകം 1:14. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതുഃ. ഇതിന്റെ അർത്ഥം, മറുഭാഗത്ത് വെള്ളക്കുതിരകളെ പൂട്ടിയ ഒരു ഗംഭീര രഥത്തിലിരുന്നുകൊണ്ട് മാധവനും, അതായത് ശ്രീകൃഷ്ണനും, പാണ്ഡുവിന്റെ മകനായ അർജുനനും തങ്ങളുടെ ശംഖുകൾ മുഴക്കി. ആ ശംഖുലിയെ ഇവിടെ ദിവ്യോ എന്നാണ് പറയുന്നത്. എന്താ ദിവ്യോന്ന് വെച്ചാൽ? ദൈവീകമായത്, അതീന്ദ്രിയമായത്. അത് കേട്ടതും കൗരവ സൈന്യത്തിന്റെ ധൈര്യമൊക്കെ ചോർന്നുപോയി. കാരണം അതൊരു സാധാരണ ശബ്ദമായിരുന്നില്ല. എവിടെ ഭഗവാനുണ്ടോ അവിടെ ഐശ്വര്യമുണ്ടാകും, വിജയമുണ്ടാകും, ധർമ്മമുണ്ടാകും എന്നതിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ആ ശബ്ദം. ഇനി കൃഷ്ണനും അർജുനനും മാത്രമല്ല, പാണ്ഡവപക്ഷത്തെ ഓരോ മഹാരഥന്മാരും തങ്ങളുടെ ശംഖുകൾ മുഴക്കിയപ്പോൾ ആ വിജയസന്ദേശം കൂടുതൽ ഉറക്കെ മുഴങ്ങിക്കേട്ടു. ഇനി 15ാമത്തെ ശ്ലോകം നോക്കാം. പാഞ്ചജന്യം ഹൃഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മോ മഹാശംഖം ഭീമകർമാവൃകോദരഃ. അപ്പോൾ ഭഗവാൻ ഹൃഷികേശൻ മുഴക്കിയത് അദ്ദേഹത്തിന്റെ പാഞ്ചജന്യം എന്ന ശംഖാണ്. അർജുനൻ, അതായത് ധനഞ്ജയൻ, മുഴക്കിയത്
ദേവദത്തം എന്ന ശംഖം. പിന്നെ നമ്മുടെ ഭീമൻ വൃഗോദരൻ, അദ്ദേഹം തന്റെ പൗണ്ഡ്രം എന്ന മഹാശംഖം മുഴക്കി. കണ്ടില്ലേ, ഓരോരുത്തരുടെയും ശംഖിനും പേരിനുമെല്ലാം അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ പാണ്ഡവ സൈന്യത്തിന് കിട്ടിയ ആത്മവിശ്വാസം ഒന്നാലോചിച്ചു നോക്കൂ. ഇവിടെ ഭഗവാനെ ഹൃഷികേശൻ എന്ന് വിളിച്ചതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് കേട്ടോ. ഹൃഷികേശ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉടമ എന്നാണ്. അതായത് അർജുനന്റെ രഥത്തിലിരുന്ന് അവന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല, ആ യുദ്ധത്തിന്റെ ഗതിയെത്തന്നെ നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നൊരു വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോ ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സനാതനധർമ്മത്തിന്റെ ഈ അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഞങ്ങളോടൊപ്പം നിങ്ങളും ചേരണം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാൻ കോഷാണ്. ഇതൊരു ബഹുഭാഷാ ചാനലാണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി ഇങ്ങനെ പല ഭാഷകളിലായി ഞങ്ങൾ ആത്മീയമായ അറിവുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ ഭാഷകൾ ഉടൻ തന്നെ വരുന്നുമുണ്ട്. സനാതനധർമ്മത്തിലെ അമൂല്യമായ കാര്യങ്ങൾ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ചാനലിൽ നിങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം, ദൈവത്തിൻ കുറൽ, നാരായണീയം, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും സന്യാസിമാരുടെ ജീവിതകഥകൾ, പിന്നെ ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ദിവസവും വീഡിയോകൾ കാണാൻ സാധിക്കും, അതും പല ഭാഷകളിൽ. അപ്പോൾ ഞങ്ങളുടെ ഈ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഗ്യാൻ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദിവസവും വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബത്തിലേക്കും എത്തിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ ഈ വെളിച്ചം കെടാതെ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കുരുക്ഷേത്രത്തിൽ മുഴങ്ങിയ ആ ആദ്യത്തെ ശബ്ദങ്ങൾ, അത് വെറും യുദ്ധം തുടങ്ങാനുള്ളൊരു കാഹളം മാത്രമായിരുന്നോ? അതോ അവസാനം ധർമ്മം തന്നെ വിജയിക്കും എന്ന് പ്രപഞ്ചം തന്നെ നൽകിയൊരു ഉറപ്പായിരുന്നു അത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. അടുത്തൊരു ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.